ഡേവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഗൗരവത്തോടെ അവൻ പറഞ്ഞതും ആളവനെ തുറച്ചു നോക്കി. സത്യത്തിൽ അവൻ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നാളെ നേരം പുലരുമ്പോ മനക്കിൽ ദേവതത്തിന്റെ പേര് കുത്തിയ താലി നിന്റെ കഴുത്തിൽ വീണിരിക്കും. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൾ ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തായാലും 2 വർഷം നിന്നെ ഞാൻ ചുമക്കണം. അതുവരെ മറ്റുള്ളവരെ കാണിക്കാനായ ഒരു ചരട് നിന്റെ കഴുത്തിൽ കിട്ടുന്നു. അത്രമാത്രം കരുതിയാ മതി. അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. അപ്പൊ മറക്കണ്ട, നാളെ രാവിലെ എന്റെ കൂടെ പുറപ്പെടാൻ തയ്യാറായി നിന്നോളണം. എന്റെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാ. ബാക്കി പറയാതെ അവൻ നാവ് പിടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ നേരെ വിരൽ ചൂണ്ടി മുകളിലേക്കും താഴേക്കും ആട്ടി ഒരു ഭീഷണി പോലെ കാണിച്ചു. ശേഷം അവളൊന്നുകൂടി തറപ്പിച്ചു നോക്കിക്കൊണ്ട് തിരിഞ്ഞു കടന്നു. അവൻ പോയതും ഇനി എന്തെന്നറിയാതെ അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു പോയി. എന്താ രാജേട്ടാ, ദത്തൻ എന്താ ചെയ്ത്? ഒന്ന് വ്യക്തമായി പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീദേവി രാജശേഖരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവരുടെ ചോദ്യം കേട്ടത് രാജശേഖരൻ പുച്ഛത്തോടെ അവരെ നോക്കി. ഈ മനക്കല തറവാട്ടിൽ പുതിയൊരു വിശേഷം നടക്കാൻ പോവാ. വിശേഷോ? എന്ത് വിശേഷം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് ശ്രീദേവി സംശയത്തോടെ ചോദിച്ചു. എങ്ങനെ അറിയാനാ? അതിനെല്ലാം തീരുമാനിച്ച നമ്മുടെ ഒരേ ഒരു സന്തതിയല്ലേ. രാജേട്ട് എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ പറഞ്ഞു മനസ്സിലാവാതെ ശ്രീദേവി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഇതിലിപ്പോ മനസ്സിലാക്കാനൊന്നുമില്ല ദേവി. നാളെ നേരം പുലരുമ്പോ മനക്കിലെ ദേവതത്തിന്റെ വിവാഹം നടക്കാൻ പോവാ. അതും മനക്കിലെ പഴയ കാര്യസ്ഥനായ ദിവാകരന്റെ കൊച്ചുമകൾ തനുശ്രീ ചന്ദ്രശേഖരനുമായിട്ട്. അയാൾ പുച്ഛത്തോട് പറഞ്ഞു. ശ്രീദേവി ഞെട്ടിലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. രാജേട്ടൻ എന്തായി പറയുന്നത്? നമ്മുടെ ദത്തനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്? അയാൾ പറഞ്ഞ് വിശ്വസിക്കാനാവാതെ ശ്രീദേവി വീണ്ടും ചോദിച്ചു. നമുക്ക് ദത്തൻ എന്ന പേരിൽ ഒരു മകനല്ലേ ഉള്ളൂ. അയാൾ തിരികെ ചോദിച്ചു കേട്ട് അവരെന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. എന്താ രാജേട്ടാ ഇത്? അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? എനിക്കറിയില്ല ദേവി, എനിക്കൊന്നും അറിയില്ല. അവന്റെ മനസ്സ് നിറയെ പകയാ, ആരോടൊക്കെയുള്ള പക. ശ്രീദേവി ചോദിച്ചു കേട്ട് രാജശേഖരൻ ദയനീയമായി പറഞ്ഞുകൊണ്ട് അടുത്തിടുന്ന സെറ്റിയിലേക്ക് ഇരുന്നു. ശേഷം തറയിൽ 2 കൈകളും കൊണ്ടും താങ്ങി പിടിച്ചു. മനസ്സിലെ ടെൻഷൻ അയാളുടെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഇങ്ങനെ ടെൻഷനാവാതെ, എന്തായാലും അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. അയാളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടതും അവരയാളുടെ അരിയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അയാൾ ഏതൊക്കെയോ ഓർമ്മകളിൽ അസ്വസ്ഥനായിരുന്നു. ആ സമയത്താണ് ദത്തൻ അകത്തേക്ക് കയറി വന്ന്. ദത്ത, താങ്കളെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ നടന്നു പോകുന്ന ദത്തനെ ശ്രീദേവി പിന്നിൽ നിന്ന് വിളിച്ചു. അമ്മ, ഞാനൊന്ന് ഫ്രഷായി വരാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ആര് വിളിച്ചതിന്റെ കാരണം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി തന്റെ റൂമിലേക്ക് പോയി. രാജേട്ടാ. ആ വരട്ടെ ദേവി, വന്നിട്ട് സംസാരിക്കാം. അവൻ പോകുന്നത് നോക്കി നിരാശയോടെ ദേവി രാജശേഖരനെ വിളിച്ചതും അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് സെറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ദത്ത് റൂമിലേക്ക് കയറി ഉടനെ വാലറ്റും ഫോണും എടുത്ത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ആ വാഷ്റൂമിലേക്ക് കയറി. ശേഷം ഷവർ തുറന്ന് അതിന്റെ മുന്നിലേക്ക് നിന്നു. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തോന്ന് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവന്റെ മനസ്സിനെ ആകെ അലട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് തനുവിന്റെ മുഖം കടന്നു വന്നും അതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥ മാറി അവിടെ പക തെളിഞ്ഞു. ഇത്രയും നാൾ മനസ്സിൽ കൂട്ടിവെച്ചിരുന്ന പക തനുശ്രീ എന്ന പാമ്പിടിച്ച പെണ്ണിനോട് തീർക്കാനുള്ള വെറി അവന്റെ ഉടലിനെ ആകെ കോരിത്തരിപ്പിച്ചു. അവനൊരു പുച്ഛച്ചിരിയോടെ ഷവർ ഓഫ് ചെയ്തു. ടേബിൾ വെച്ചിരുന്ന അവന്റെ ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ പെട്ടെന്ന് ടവലെടുത്ത് മുടി തുവർത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഫോൺ എടുത്ത് നോക്കിയതും അതിൽ തെളിഞ്ഞാടുന്ന വിഷ്ണുവിന്റെ പേര് കണ്ട് അവനൊന്ന് സംശയിച്ചു. ഹലോ. ഫോൺ അറ്റൻഡ് ചെയ്ത് അവൻ ഹലോ പറഞ്ഞു. മറുവശത്തു നിന്നും വിഷ്ണു പറഞ്ഞ വാക്കിൽ കേട്ട് അവനൊന്ന് നെറ്റി വിളിച്ചു. ഞാനെല്ലാം വിശദമായിട്ട് പറയാം, നീ ഇങ്ങോട്ട് വാ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ തനു എന്ന പെണ്ണിനോട് തോന്നിയ ദേഷ്യം 10 മടങ്ങ് കൂടിക്കൊണ്ടിരുന്നു. വർദ്ധിച്ചു വന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനാവാതെ അവൻ മുഷ്ടിയുരുട്ടി ചുമരിൽ ആഞ്ഞടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ തനുവിന്റെ മുഖമായിരുന്നു. ഫ്രഷായി ദത്തൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ രാജശേഖരനും ശ്രീദേവിയും ഉണ്ടായിരുന്നു. അവൻ അവരുടെ അരികിലേക്ക് വന്ന് ഒരു സെറ്റിലായിരുന്നു. ഇനി ചോദിച്ചോളൂ, എന്താ നിങ്ങൾക്ക് അറിയാനുള്ളത്? കാലുമേ കാലു കയറ്റി വെച്ചിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. രാജശേഖരനും ശ്രീദേവി എന്ന് പരസ്പരം നോക്കി. എന്താ ദത്ത നിന്റെ ഉദ്ദേശം? നീ ആ ദിവാകരേട്ടന്റെ ചെറുമകളെ യുവാൻ ചെയ്യാൻ പോകുന്നു കേട്ടു, നേരാണോ? ശ്രീദേവി അവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. അവൻ അവരെ നോക്കി. അമ്മ അങ്ങനെയൊന്ന് കേട്ടുവെങ്കിൽ അത് ശരിയാണോ? ഞാൻ അവളെ യുവാൻ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞിട്ട് രാജശേഖരൻ ചാടി എഴുന്നേറ്റു. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ തീരുമാനം എടുത്ത്? അതുപോലുള്ള ആളുകളുമായിട്ട്? രാജശേഖരൻ ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. എന്താച്ചാ, തനുശ്രീ നമ്മുടെ സ്റ്റാറ്റസിന് നേരാത്ത പെൺകുട്ടിയായതുകൊണ്ടാണോ അച്ഛന് താല്പര്യമില്ലാത്ത? അയാളുടെ ചോദ്യത്തിന് മറുപടി അവനൊരു പുഞ്ചിരിയോട് ചോദിച്ചു. രാജശേഖരന്റെ മുഖത്ത് പുച്ഛം തെളിഞ്ഞു. സ്റ്റാറ്റസ്? രാജശേഖരൻ ഒരിക്കലും പണത്തിന്റെയോ സ്റ്റാറ്റസിന്റെയോ പേരിൽ ആരെയും കമ്പയർ ചെയ്തിട്ടില്ല.
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പലതും നഷ്ടപ്പെടില്ലായിരുന്നു. അയാൾ ദേവിയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. അവരുടെ കണ്ണുകൾ ഈറനായി. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ നമുക്ക് പകരം ചോദിക്കണ്ടേ അച്ഛാ? അവനെ അയാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ അവനെ സംശയത്തോടെ നോക്കി. നമുക്കുണ്ടായ നഷ്ടത്തിന്, തീരാ ദുഃഖത്തിന് എല്ലാത്തിനും കാരണക്കാരായവർ അങ്ങനെ അങ്ങ് സുഖിച്ചു വാഴാൻ അനുവദിക്കണോ? അവൻ ചോദിച്ചു കേട്ട് അവരൊന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. നീ എന്താ ദത്ത ഉദ്ദേശിക്കുന്നത്? അവരോട് എങ്ങനെ പകരം ചോദിക്കണമെന്ന് നീ പറയുന്നത്? നമ്മൾ അനുഭവിച്ച അതേ വേദന അവരും അറിയണം. നമ്മളോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവരും അനുഭവിക്കണം. രേവതി എന്ന സ്ത്രീ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ചേച്ചിയുടെ മകളായ തനുശ്രീയിലൂടെ നമുക്ക് നേടണം. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ വിവാഹം. നീ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മോനെ, നീ ഒന്ന് തെളിച്ചു പറ. അവൻ പറഞ്ഞു കേട്ട് ശ്രീദേവി സംശയത്തോടെ ചോദിച്ചു. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, അമ്മ ഇപ്പൊ ഇവിടെ ഇരിക്കുക. അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലായിരുത്തി. ഒപ്പം രാജശേഖരനെയും പിടിച്ചിരുത്തി. ശേഷം അവന്റെ മനസ്സിലുള്ളതെല്ലാം അവൻ അവരോട് പറഞ്ഞു. ഭഗവാനെ, നീ എന്തൊക്കെയാ ദത്ത ഈ പറയുന്നത്? രേവതി ചെയ്ത തെറ്റിന് ആ പെൺകുട്ടി ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് എന്ത് കാര്യം? എല്ലാം കേട്ട് കഴിഞ്ഞാൽ ശ്രീദേവി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ തീരുമാനത്തെ അവരിലെ സ്ത്രീക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അമ്മേ, പക്ഷെ അവൾ ആ കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവളുടെ കുടുംബം നമ്മളോട് ചെയ്ത തെറ്റിന് അവളും അനുഭവിക്കണം. അത് പറയുമ്പോൾ അവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ടായിരുന്നു. രാജേട്ടാ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? ഇവനീ ചെയ്യുന്നതൊക്കെ ശരിയാണോ? രേവതിയുള്ള ദേഷ്യം ആ പാവം പെൺകുട്ടിയോട് തീർക്കാൻ പാടില്ല. ശ്രീദേവി രാജശേഖരനോടായി പറഞ്ഞു. അതുവരെ മിണ്ടായിരുന്ന രാജശേഖരൻ ദത്തനെ നോക്കി. ദത്ത, വേണ്ട അച്ഛാ. അയാൾ അവനെ വിളിച്ചു. അവൻ കൈയെടുത്ത് അയാളെ തടഞ്ഞു. അച്ഛൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല അച്ഛാ. അവർ നമുക്കുണ്ടാക്കിയ നഷ്ടത്തിന് എങ്ങനെയെങ്കിലും നമുക്ക് പകരം വീട്ടണം. വലിഞ്ഞു മുറുകിയ മുഖത്തോടാൻ പറഞ്ഞു. അയാൾ അവൻ്റെ തോളിലും തട്ടി. പ്രതികാരം ചെയ്യാനാണെങ്കിൽ എനിക്കിതിന് മുന്നേ സാധിക്കായിരുന്നു ദത്ത, പക്ഷെ ഞാനതിന് മുതിരാത്തത് ദിവാകരൻ എന്ന ആ പാവം മനുഷ്യനോർത്ത് മാത്രമാ. അയാൾ പറഞ്ഞു. അവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അച്ഛന് അവരോടൊക്കെ സിമ്പതി ഉണ്ടാവും, പക്ഷെ എനിക്കതില്ല. രേവതി എന്ന ആ സ്ത്രീയോട് ഞാൻ ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല. അവർ കരയണം. സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു വളർത്തി അവരുടെ സീമന്തപുത്രിയുടെ കണ്ണുനീര് കണ്ട് അവർ വാവിട്ട് കരയണം. എങ്കിൽ മാത്രമേ അവർ കാരണം ജീവിതം നഷ്ടപ്പെട്ടു പോയ പലരുടെയും കണ്ണുനീരിന് അർത്ഥം ഉണ്ടാവൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോഴാണ് വാതിൽക്കിലെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കാണുന്നത്. ദത്തൻ അവന്റെ അരികിലേക്ക് ചെന്നു. ഞാൻ ഇവരോട് പറഞ്ഞൊക്കെ നീയും കേട്ടുകാണല്ലോ. ഇനി നിനക്ക് വേണ്ടി ഞാനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ദത്തൻ പറഞ്ഞിട്ട് വിഷ്ണു എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈയെടുത്തടഞ്ഞു. നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. ഇവര് പറഞ്ഞതന്നെ ആയിരിക്കുമല്ലോ നിനക്കും പറയാനുള്ളത്. എടാ, അവളൊരു പാവാണെടാ. അവളുടെ വീട്ടുകാർ ചെയ്ത തെറ്റിന് അവളെന്ത് പിഴച്ചടാ? വിഷ്ണു ദയനീയമായി ചോദിച്ചു. ദത്തൻ പുച്ഛത്തോടെ ചിരിച്ചു. മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അച്ഛനമ്മമാർ പഴികൾക്കേണ്ടി വരാറില്ലേ? അതുപോലെ അച്ഛനമ്മമാർ ചെയ്യുന്ന തെറ്റിനും മക്കളും ശിക്ഷ അനുഭവിക്കണം. ഇവിടെ രേവതി എന്ന സ്ത്രീ തെറ്റ് ചെയ്തു. അതിനു പകരമായി അവർ പൊന്നുപോലെ വളർത്തുന്ന ആ മകൾ ശിക്ഷ അനുഭവിക്കട്ടെ. അവൻ പറഞ്ഞു കഴിഞ്ഞതും ഇനി അവനൊന്നും പറഞ്ഞ് തിരുത്താൻ കഴിയില്ലെന്ന മട്ടിൽ അവർ പരസ്പരം നോക്കി. ആ നിമിഷമാണ് ഗേറ്റ് കടന്ന് കാഷായ വസ്ത്രം ധരിച്ച സുന്ദരിയായ സ്ത്രീ അകത്തേക്ക് കയറി വന്ന്. അവരെ കണ്ടതും ദത്തന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അപ്പച്ചിയമ്മേ, അവൻ അവരുടെ അരികിലേക്ക് ചെന്ന് മുറുകെപ്പെടുന്നുകൊണ്ട് വിളിച്ചു. അവനവനെ ഒരു പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു. അപ്പച്ചിയമ്മ എവിടെയായിരുന്നു ഇത്രയും നാള്? തീർത്ഥാണെന്ന് പറഞ്ഞു പോയതല്ലേ? അവരിൽ നിന്ന് അകത്ത് മാറിക്കൊണ്ട് ദത്തൻ ചോദിച്ചതും അവരൊന്ന് പുഞ്ചിരിച്ചു. രാജശേഖരന്റെ ഒരേ ഒരു സഹോദരി രാജേശ്വരിയായിരുന്നത്. പുള്ളിക്കാരി ഒരു അവിവാഹിതയാണ്. മുമ്പുണ്ടായിരുന്ന ഒരു പ്രണയ നൈരാശ്യത്താൽ ഇനി വിവാഹമേ വേണ്ട തീരുമാനിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ തീർത്ഥാടനം എന്ന പേരിൽ അമ്പലങ്ങൾ തോറും ഭജനയൊക്കെയായി നടക്കുന്നു. കുറച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോനെ. അല്ലെങ്കിൽ അപ്പച്ചിയമ്മ പണ്ട് മുതലേ ആത്മീയതയുടെ പാതയിലാണല്ലോ. അവർ പറഞ്ഞു കേട്ട് വിഷ്ണു ഒരു കളിയാക്കലോടെ പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന്. ഈശ്വര വിശ്വാസമുള്ളവരൊക്കെ ആത്മീയ ചിന്തയായിട്ട് നടക്കുന്നവരാണോ? അവരവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. ഓ, ഞാൻ വെറുതെ പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിയമ്മേ. അവനവരുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവരൊരു പുഞ്ചിരിയോടെ ദത്തനോടൊപ്പം അവനെയും ചേർത്ത് പിടിച്ചു. അതൊക്കെ പോട്ടെ, എന്തായിരുന്നു ഇവിടെ ഒരു ഗൂഢാലോചന? ഞാൻ വരുമ്പോ ഇവിടെ എല്ലാവരും ചേർന്ന് കാര്യമായ സംസാരത്തിലായിരുന്നല്ലോ. അവർ പറഞ്ഞു കേട്ട് 4 പേരും കൂടെ പരസ്പരം നോക്കി. അതൊന്നുമില്ല അപ്പച്ചി, ഞാനൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കല്യാണോ? നേരാണോ മോനെ? അപ്പച്ചിയെ പറ്റിക്കാൻ വേണ്ടി പറയുന്നല്ലോ. അല്ല അപ്പച്ചി, ശരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ പോവാ അല്ലേ അച്ഛാ? അവർ രാജശേഖരൻ നോയി ചോദിച്ചു. അയാൾ ഒരു വിളറിയ ചിരി തിരികെ നൽകി. ആഹാ, എവിടുന്നാ പെൺകുട്ടി? എന്റെ മോന്റെ മനസ്സിൽ കീഴടക്കാൻ പറ്റിയ പെൺകുട്ടി ഏതാണെന്ന് അപ്പച്ചി ഒന്ന് അറിയട്ടെ. അവർ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അതൊക്കെ പറയാം. അതിനുമ്പ് അപ്പച്ചി പോയിന്ന് ഫ്രഷായി ഈ വേഷമൊക്കെ ഒന്ന് മാറിവാ. തീർത്ഥാടനം കഴിഞ്ഞു വന്നല്ലേ? ശരിയാ, ആകെ മുഷിഞ്ഞിരിക്കുക. അപ്പച്ചി ഇപ്പൊ വരാവേ. അതും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി അവരകത്തേക്ക് നടന്നു. തൽക്കാലം അപ്പച്ചി ഈ വിവരങ്ങളൊന്നും അറിയണ്ട.
തനുശ്രീയെ ഞാൻ പ്രണയിച്ച് വിവാഹം ചെയ്യുന്നു മാത്രം പറഞ്ഞാൽ മതി. അപ്പച്ചി മാത്രമല്ല, പുറത്തുള്ളവർ അങ്ങനെ വേണം അറിയാം. എല്ലാവരോടുമായി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു. ശ്രീദേവി തലക്ക് കൈയും കൊടുത്ത് സെറ്റിയിലേക്ക് ഇരുന്നു പോയി. ഇവൻ ഇതെന്ത് ഉദ്ദേശിച്ച രാജേട്ടാ? അവർ കൈകൾ മലർത്തിക്കൊണ്ട് ചോദിച്ചു. രാജശേഖരൻ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. വിഷ്ണുവിന്റെ മനസ്സിൽ മാത്രം തനുവിന്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ദുർഘടങ്ങൾ ഓർത്തുള്ള ചിന്തയായിരുന്നു. മോളെ തനു, നീ എന്താ ഈ നിലത്തിരിക്കുന്നേ? ദത്തൻ പോയപ്പോൾ മുതൽ നിലത്ത് ഒരേ ഇരിപ്പിരുന്ന തനുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് രേവതി ചോദിച്ചു. അവൾ മുഖമുയർത്തി അവരെ നോക്കി. അവരെ കണ്ടതും അവൾ അത്രയും നേരം അടക്കി വെച്ചിരുന്ന സങ്കടങ്ങളൊക്കെ അണപൊട്ടി ഒഴുകി. അവൾ രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്താ എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവളുടെ കരച്ചിൽ കണ്ടതും അവർ അന്താളിപ്പോടെ ചോദിച്ചു. അവരുടെ മനസ്സിൽ തൻവിക്ക് എന്തെങ്കിലും ആപത്തി സംഭവിച്ചോ എന്നായിരുന്നു. തനു, നീ കാര്യം പറയുന്നുണ്ടോ? കുഞ്ഞുവിനെന്തെങ്കിലും? ആരവളെ പിടിച്ചായിട്ട് നിർത്തിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്നാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നു. ദത്തൻ പറഞ്ഞ കാര്യങ്ങൾ ചിറ്റ അറിഞ്ഞാൽ ചിറ്റ ഒരിക്കലും അതിന് അനുവദിക്കില്ല, അവൾ മനസ്സിൽ ചിന്തിച്ചു. ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് രേവതിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല ചിറ്റേ, ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്ന. കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചപ്പോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇനി അതോർത്ത് എന്തിനാ മോളെ വിഷമിക്കുന്നത്? ഓപ്പറേഷൻ നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞില്ലേ? ഇനി നമ്മുടെ കുഞ്ഞുവിനൊരു ആപത്തും സംഭവിക്കില്ല. അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. താൻ അവരെ നോക്കിയൊരു വാടിയ പുഞ്ചിരി നൽകി. മോള് വാ, 2-3 ദിവസമായിട്ട് എൻ്റെ കുഞ്ഞ് നേരാവണ്ണം ഭക്ഷണം പോലും കഴിക്കുന്നില്ലല്ലോ. വാ, വന്ന് വല്ലതും കഴിക്ക്. ആരവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട ചിറ്റേ, വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ആളവിടെ കിടന്ന ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇങ്ങോട്ട് വന്ന് വല്ലതും കഴിച്ചിട്ട് മതി ഇനി ഇവിടെയുള്ള ഇരിപ്പ്. അതും പറഞ്ഞുകൊണ്ട് അവരവളെയും കൂട്ടി ക്യാൻറ്റീനിലേക്ക് നടന്നു. അവരോടൊപ്പം പോകുമ്പോഴും തനുവിന്റെ മനസ്സ് നിറയെ നാളെ ദത്തന്റെ താലിക്കായി കഴുത്ത് നീട്ടിക്കൊടുക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. എന്താ മോനെ കണ്ണ, ഒരു കള്ളത്തരിയും മുഖത്ത് കിടന്ന് തത്തി കളിക്കുന്നുണ്ടല്ലോ. തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നോയിക്കൊണ്ട് ഒരു ചിരിയോടെ രാജേശ്വരി പറഞ്ഞു. അവനവരുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. ഒന്ന് പോവാപ്പച്ചിയമ്മ, എനിക്കൊരു കള്ളത്തരവുമില്ല, അവൻ പറഞ്ഞു. അവനവന്റെ മുടികളിൽ കൂടി വിരൽ കിടത്തി തലോടി. പറയൂ കണ്ണ, ആരാ എന്റെ കണ്ണന്റെ മനസ്സ് കവർന്ന ആ സുന്ദരിക്കുട്ടി? അവർ വീണ്ടും ചോദിച്ചു. അതുവരെ പ്രകാശിക്കുന്ന അവന്റെ മുഖം ഇരുണ്ടു. തനുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നു. അവിടെ പകതെളിഞ്ഞു. പ്രണയമാണ് അപ്പച്ചി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും പ്രണയം. മനസ്സ് നിറയെ വെറുപ്പ് നിറച്ചുകൊണ്ട് വാക്കുകളിൽ മധുരം കലർത്തി പല്ലിയരിച്ചുകൊണ്ട് അവൻ പരിഹാസങ്ങൾ എന്ന സ്വരത്തിൽ തനുവിനെ കുറിച്ച് രാജേശ്വരിയോട് പറഞ്ഞു. ആഹാ, അതാരാ എന്റെ കണ്ണന്റെ മനസ്സറിയ പ്രണയം തോന്നിയ ആ പെൺകുട്ടി? അവർ വീണ്ടും ചോദിച്ചു. അവൻ കണ്ണുകൾ മുറുക്കിയൊന്ന് അടച്ചു തുറന്നു. അത് അവളാണ് അപ്പച്ചമ്മേ, തനുശ്രീ. മനക്കല പഴയ കാര്യസ്ഥൻ ദിവാകരന്റെ ചെറുമകൾ തനുശ്രീ ചന്ദ്രശേഖരൻ. അവൻ പറഞ്ഞു കഴിഞ്ഞതും അതുവരെ അവന്റെ മുടികളിലൂടെ തലോടി കടന്നുപോയ അവരുടെ കൈവിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി. ആ ഒരു സംശയത്തോടെ അവനെ നോക്കി. കണ്ണാ, ആ ഒരു നിർജീവമായ സ്വരത്തിൽ അവനെ വിളിച്ചു. അവനവരുടെ മടിയിൽ എഴുന്നേറ്റിരുന്നു. എനിക്ക് അവളെ വേണം അപ്പച്ചി, മറ്റൊന്നും ഇപ്പം എന്നോട് ചോദിക്കരുത്. അവർ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവനോട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നു നോക്കിയിരുന്ന അവരുടെ മനസ്സിലേക്ക് ഏതൊക്കെയോ ഓർമ്മകൾ കടന്നു വന്നു. ആ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് ഒഴുകിയിറങ്ങി. കയ്യിലിരുന്ന ഫോണിന്റെ സ്ക്രീനിൽ ദത്തന്റെ പേര് കണ്ടതും തനൊരു നിമിഷം അടിമുടി വിറച്ചുപോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും ICUവിന്റെ മുമ്പിൽ വന്നിരുന്നതായിരുന്നു തനു. അപ്പോഴാണ് അവളുടെ ഫോണിൽ ദത്തന്റെ കോള് വരുന്നത്. അവൾ അടുത്തിരിക്കുന്ന രേവതിയെ ഒന്ന് നോക്കി. അവൾ കണ്ണുകളടച്ചിരിക്കുകയായിരുന്നു. ഫോൺ എടുത്തിട്ട് ഇപ്പം എന്താ പറയുക? അവൾ ടെൻഷനോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവന്റെ കോള് കെട്ടായിരുന്നു. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും അവിടെ നിൽക്കുന്ന ദത്തനെ കണ്ട് അവൾ ഒരു നിമിഷം പകച്ചുപോയി. അവൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താ മോളെ? അവൾ എഴുന്നേൽക്കുന്ന കണ്ട് രേവതി അവളോടായി ചോദിച്ചു. പെട്ടെന്ന് മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ അവരുടെ നേരെ തിരിഞ്ഞു. ഒന്നുമില്ല ചിറ്റേ, ഞാനൊന്ന് വാഷ്റൂമിൽ പോവാൻ. അവൾ മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ മോള് പോയിട്ടോ, ചിറ്റ അവിടെ ഇരിക്കാം. അവർ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞടന്നു. രേവതി കാണുന്നുണ്ടോ എന്ന് തിരിഞ്ഞു പോയിക്കൊണ്ട് തന്നെ അവൾ ദത്തന്റെ അരികിലേക്ക് ചെന്നു. അവന്റെ അരികിലെത്തിയതും അവൻ വേഗം അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ഒരൊഴിഞ്ഞ മുറിയിലേക്ക് കയറി. സർ, എന്തേ കാണിക്കുന്നത്? വാതിൽ ലോക്കി തന്റെ അരികിലേക്ക് നടന്നു വരുന്നതിനെ കണ്ടതും അവൾ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി. ഫോൺ വിളിച്ചാൽ എടുക്കാൻ നിനക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ വേദന കൊണ്ടൊന്ന് പുളഞ്ഞുപോയി. അത് ഞാൻ ചിറ്റ അടുത്തുള്ളതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാത്ത. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ ഒരു ചിറ്റ. അതും പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ ഒന്ന് അമർത്തിക്കൊണ്ട് അവന്റെ കൈ വലിച്ചെടുത്തു. അവൾ വേദനകാരൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിയെന്ന് ശേഷം മുഖം തിരിച്ചു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നാളെ തന്നെ താലിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാലോ അല്ലേ? അവൻ പറഞ്ഞു കേട്ടതും അവൾ ഞെട്ടിലോടെ മുഖമുയർത്തി അവനെ നോക്കി. സർ, എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറാവുന്നു? മാത്രമല്ല എൻ്റെ ചിറ്റ ഇതറിഞ്ഞ് ഒരിക്കലും സമ്മതിക്കില്ല. അവൾ ദയനീയ ശബ്ദത്തിൽ പറഞ്ഞു. അവനൊന്ന് പുച്ഛിച്ചിരിച്ചു. അതിന് അവരുടെ സമ്മതം ആർക്ക് വേണടി?
എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് എനിക്ക് സമ്മതപത്രം ഒപ്പിട്ടെന്നല്ല നീയാണ്. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ട ബാധ്യത നിനക്കാ. അവൻ മാറി കൈയും കെട്ടിന്നുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. നിസ്സായതയോടെ അവനെ നോക്കി. അറിയാം സർ, പറഞ്ഞൊക്കെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരണം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.